ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ടോക്സ് ബൈ ആദി. ഇതെൻ്റെ രണ്ടാമത്തെ ദിവസത്തെ സ്റ്റഡി വ്ളോഗാണ്. പക്ഷേ ഞാനിത് വീണ്ടും 2 ദിവസത്തിന് ശേഷമാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ ഫ്രീ ടൈം കിട്ടുന്നില്ല ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഞാൻ പഠിത്തത്തിൻ്റെ ഇടയിൽ സമയമില്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതെന്ന്. കാരണമുണ്ട്. അതായത് ഞാൻ PSC പഠിക്കുന്ന ടൈമിൽ ഞാൻ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ വീഡിയോസ് കാണുമായിരുന്നു. അതുപോലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്നത് കണ്ടിട്ട് അവർക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഓരോ ദിവസത്തെയും വീഡിയോസ് പഠിക്കുന്ന വീഡിയോസ് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് എടുത്തു വെച്ചിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ എക്സാം ഏപ്രിൽ മാസം 25-ാം തീയതിയാണ്. അതിന് ഏകദേശം ഇനി ഒരു മാസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തൊട്ട് നല്ല സീരിയസ് ആയിട്ട് പഠനം മുന്നോട്ട് പോകുന്ന കുറച്ച് പേരുണ്ടാവും. അവർക്ക് ഈ ഒരു മാസം റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇതുവരെയും കവർ ചെയ്ത സിലബസ് ഒന്നുകൂടി നിങ്ങൾക്ക് തറവായിട്ട് കിട്ടും. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പഠനം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത കുറച്ച് പേരെങ്കിലും ഈ വീഡിയോസ് ഇപ്പം കാണുന്നുണ്ടായിരിക്കും. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിനി ചെയ്യേണ്ടത് സ്മാർട്ട് സ്റ്റഡിയാണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. അതെങ്ങനെ കളക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് PYQൻ്റെ സീരീസ്, അതായത് അവർ ഡിസ്കഷൻ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ PYQ ചെയ്ത് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകാതെ ഒരു PYQ ക്വസ്റ്റ്യൻ എടുക്കുമ്പം അതിൻ്റെ ആൻസറും ആ ക്വസ്റ്റ്യനോട് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ചോദ്യങ്ങളും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് സിലബസിൻ്റെ ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ഏരിയാസും മനസ്സിലാക്കാനും അത് കവർ ചെയ്യാനും പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ നിന്നാണ്. അപ്പോൾ അത് ഇനിയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു മാസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഞാനിപ്പോൾ പഠിക്കുന്നത് എൻ്റെ കയ്യിൽ ടൈറ്റൻ്റെ ഒരു റാങ്ക് ഫയലുണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ പ്രത്യേകം തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2022 NCA നോട്ടിഫിക്കേഷനിൽ നടത്തിയ ഒരു എക്സാം, JHAയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസറുമാണ് ഞാനിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നോക്കി അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സൊക്കെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഒന്നുകൂടെ അതൊന്ന് റിവൈസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു മാസം കറക്റ്റായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏപ്രിൽ 25-ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതുവാനും റാങ്ക് ലിസ്റ്റിൽ വരുവാനും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാനും സാധിക്കും. അപ്പോൾ എല്ലാവരും PYQ ഒക്കെ ചെയ്ത് ഈ ഒരു മാസം സെറ്റാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.